തിരുവോണ ദിനത്തിൽ നമുക്ക് പ്രപഞ്ചം എന്ത് സന്ദേശമാണ് നൽകുന്നത്, എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നൽകുന്നത് എന്ന് നോക്കാം. ആദ്യമായിട്ട് പേഷ്യൻസ്. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിന് തക്ക പ്രതിഫലം ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്നേഹം വരുന്നു, പക്ഷേ അതുവരെ അല്പം ക്ഷമയോടുകൂടി കാത്തിരിക്കുക. പേഷ്യൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾ യുവർ ആക്ഷൻസ് വിൽ ബി റിവാർഡഡ് ആൻഡ് ലവ് വിൽ ഫോളോ. ഹാവ് പേഷ്യൻസ്. വളരെ നല്ല ഒരു കാർഡാണ് നമുക്ക് തുടക്കത്തിൽ തന്നെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ക്ഷമയോട് കൂടി കാത്തിരിക്കുക. നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ അതിനനുസരിച്ച് നമുക്കുള്ള റിസൾട്ട് തരും. നമ്മൾ റിസൾട്ടിനോട് അറ്റാച്ച്ഡ് ആവരുത്, അത് സമർപ്പിച്ചു കൊടുക്കുക പ്രപഞ്ചശക്തിക്ക്. അടുത്തതായിട്ട് നോക്ക് 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 ആൻഡ് ദ ഡോർസ് ഓഫ് പോസിബിലിറ്റീസ് വിൽ ഓപ്പൺ. മുത്തവിൻ തുറക്കപ്പെടുമെന്ന് ബൈബിളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവസരങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പോസിറ്റീവ് നല്ല സമയമാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പല വാതിലുകളും, അവസരങ്ങളുടെ പല വാതിലുകളും തുറക്കപ്പെടുന്ന ഒരു സമയമാണ് എന്ന് പറയുന്നത്. രണ്ട് കാർഡ് വന്നിട്ടുണ്ട്. Let go of all that happened. The bad times will also surely go. Complete destruction always leaves behind seeds of regrowth and regeneration. അതായത് ഉടച്ചു വാർക്കലിന്റെ ഒരു സമയമാണെന്ന് പറയില്ലേ, അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് കുറച്ച് നാളായിട്ട് ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു എൻഡ് ഓഫ് ടണൽ എന്നൊക്കെ പറയണം. ഒരു പ്രകാശം കണ്ടു തുടങ്ങി. ആ ഇരുളടഞ്ഞ കാലഘട്ടത്തിലേക്ക് ഒരു പ്രകാശത്തിന്റെ കിരണം വന്നു തുടങ്ങി. അതിന് നമ്മൾ എന്ത് ചെയ്യണം? കഴിഞ്ഞു പോയത് പൂർണ്ണമായിട്ടും വിട്ടുകളയുക. അതൊരു ബാഗേജ് ആയിട്ട് കൂടെ കൊണ്ട് നടക്കരുത്. ഒരിക്കലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സ്ഥിരതല്ല എന്ന് പറയില്ലേ, അത് ചീത്ത കാര്യങ്ങളും നമ്മുടെ സ്ഥിരമായിട്ട് നിൽക്കില്ല. അത് പോവും. അതിന് പോവാൻ ആദ്യം നമ്മൾ അനുവദിക്കണം. നമ്മുടെ മനസ്സിൽ നിന്ന്, ആത്മാവിൽ നിന്നും ആ വേദനകൾ നിങ്ങൾ വിട്ടുകളയണം. എന്നാലാണ് ഈ പുതിയതായിട്ട് നിങ്ങൾക്ക് വരുന്ന അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ കഴിയുള്ളൂ. ഒരുപാട് ഡിസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ ശരിക്കും ജീവിതത്തിൽ വളരെ അധികം തകർന്ന് തരിപ്പണമായ രീതിയിലുള്ള പലരുടെയും എനർജി ലഭിക്കുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് പുതിയ ഒരു നിർമ്മിതിക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം പുതിയ രീതിയിൽ, നല്ല രീതിയിൽ, ഉറച്ച രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദൈവത്തിന്റെ ഒരു ഇടപെടലായി മാത്രം കണക്കാക്കുക. ഇല്ലാത്ത അടിത്തറകൾ എപ്പോഴും ഇളകിപ്പോവും. അടിസ്ഥാനമില്ലാത്തത് നിലനിൽക്കില്ല. അപ്പൊ നിലനിൽക്കാത്തത് നമുക്ക് വേണ്ട. നമുക്ക് നിലനിൽപ്പുള്ളത്, ശക്തമായതാണ് ആവശ്യം. അതിനുവേണ്ടി അനാവശ്യമായതെല്ലാം, എല്ലാ വേസ്റ്റും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയാം. രണ്ടാമത്തെ കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്ന വളരെ ഇതായിട്ട് വന്നിരിക്കുന്ന ന്യൂ ബിഗിനിങ്. ഇത് വീണ്ടും വളരെ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. ലെറ്റ് ഗോ ഓഫ് ദ ഓൾഡ്, വെൽക്കം ദ ന്യൂ, വിച്ച് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം ടു കം ആൻഡ് ഇസ് പോസിബിളി ഓൺ ഇറ്റ്സ് വേ. പറഞ്ഞല്ലോ, പഴയതിനെ കളയാനാണ് പറയുന്നത്. പുതിയത് വരുന്നുണ്ട്. ക്ഷമ, നമ്മുടെ ആദ്യത്തെ കാർഡ് അങ്ങനെ തന്നെയായിരുന്നു. ക്ഷമയോട് കൂടി കാത്തിരിക്കുക. പഴയത് അവസാനിച്ചു. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വേദനാജനകമായ ഒരു ചാപ്റ്റർ അവസാനിച്ചു. ഇനി പുതിയ തുടക്കം. ഈ തിരുവോണക്കാലത്തോടു കൂടി എല്ലാവർക്കും ഒരു പുതിയ തുടക്കം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.